കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന അതിപ്രധാനമായ ചടങ്ങുകളാണ് ജൂൺ 7-ാം തീയതി നടക്കുന്ന സപ്തമി നാളിലെ ഇളനീർ വയ്പും തൊട്ടടുത്ത ദിവസത്തെ അഷ്ടമി നാളിലെ ഇളനീരാട്ടവും. നൂറ്റാണ്ടുകളായി തനിമ ചോരാതെ കാത്തുസൂക്ഷിക്കുന്ന ഈ കർമ്മങ്ങളിൽ വ്രതശുദ്ധിയോടെ ഈഴവ സമുദായത്തിൽപ്പെട്ട അവകാശികളായ ഭക്തരാണ് ഭഗവാന് അഭിഷേകം ചെയ്യാനുള്ള ഇളനീർക്കാവുകൾ ക്ഷേത്രത്തിലെത്തിക്കുന്നത്. മുളങ്കമ്പിൽ ഇരുവശങ്ങളിലുമായി 6 ഇളനീരുകൾ കെട്ടിയാണ് ഓരോ കാവും തയ്യാറാക്കുന്നത്. ജന്മാസ്ഥാനികരായ ഇളവെട്ടിത്തണ്ടയാനും ആയിരത്തിത്തണ്ടയാനും ഇളനീരിനോടൊപ്പം അഭിഷേകത്തിനുള്ള എണ്ണയുമായാണ് ഉത്സവഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ചടങ്ങിൽ ഇളവെട്ടിത്തണ്ടയാനെ അനുഗമിച്ച് കിരാതമൂർത്തിയുടെ കോലം ധരിച്ച അഞ്ഞൂറ്റാനും ഉണ്ടാകും. ആചാരപ്പെരുമയോടെ ഏറ്റവും ഒടുവിലായാണ് തണ്ടയാന്മാരും അവരുടെ സംഘവും ഇളനീരുമായി എത്തിച്ചേരുക. ഇളനീർക്കാവുകൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭക്തർ കാത്തിരിക്കുന്നത് പുണ്യമായ ഇളനീരാട്ടത്തിനുള്ള മുഹൂർത്തത്തിനായാണ്. സ്ഥാനികർ പട്ടും പോളയും വെള്ളിക്കിടാരത്തിലെ തീർത്ഥവും സമർപ്പിക്കുന്നതോടെ ഇളനീർ വയ്പിനുള്ള ശുഭമുഹൂർത്തമാകും. തുടർന്ന് ഇളനീർക്കാവുകളുടെ സമർപ്പണമാണ്. കത്തിത്തണ്ടയാന്മാർ അതീവ വ്രതനിഷ്ഠയോടെ നിർമ്മിച്ചു നൽകുന്ന പ്രത്യേക കത്തികൾ ഉപയോഗിച്ചാണ് അവകാശികൾ ഇളനീർ ചെത്തിയൊരുക്കുന്നത്. അർദ്ധരാത്രിയിൽ ഭണ്ഡാര അറയുടെ മുൻപിൽ വെച്ച് നടക്കുന്ന അഷ്ടമി ആരാധന എന്ന അതിപ്രധാനമായ ചടങ്ങിന്റെ സമയത്ത് ഭക്തരാരും തന്നെ തിരുവഞ്ചിറയിൽ ഇറങ്ങാറില്ല എന്നൊരു പ്രത്യേകതയുമുണ്ട്. രാത്രിയിൽ ഇളനീരാട്ടം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപായി വീരഭദ്രന്റെയും ഭൂതഗണങ്ങളുടെയും വരവിനെ അനുസ്മരിപ്പിക്കുന്ന മുത്തപ്പൻ വരവ് എന്ന ചടങ്ങ് നടക്കുന്നു. കയ്യിൽ പന്തങ്ങളുമായി ആർത്ത് അട്ടഹസിച്ചു വരുന്ന മുത്തപ്പൻ ഭഗവാന്റെ ശിവപ്രസാദം സ്വീകരിച്ച ശേഷമാണ് തിരുവഞ്ചിറ വിട്ടുപോകുന്നത്. ഈ ചടങ്ങുകൾക്കെല്ലാം ശേഷമാണ് ഭക്തർ ഒന്നടങ്കം കാത്തിരിക്കുന്ന പുണ്യമായ ഇളനീരാട്ടത്തിന് തുടക്കമാകുന്നത്. വന്യമായ പ്രകൃതി ഭംഗിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ ചടങ്ങുകൾ കൊട്ടിയൂർ ഉത്സവത്തിന്റെ ആത്മീയ ചൈതന്യം വിളിച്ചോതുന്നവയാണ്.